ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയും വ്ളോഗ് ഷൂട്ട് തന്നെയാണ്. ബട്ട് വളരെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് അത് എന്താണെന്ന് കാണാം വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ലെവൽ വലിയതായിട്ടൊന്നും കൂടിയിട്ടില്ല. കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 564 ആക്കിയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ പൈസ 548. ആ പുറകെ ഇങ്ങനെ ഒരു വട്ടം പോലെ ആ സാധനം മേടിക്കണമെങ്കിൽ പറയാം. വേറൊരു സാധനം മേടിക്കാനാണ് പൈസ. ഇപ്പോൾ നമുക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ട്രഷർ. യോ ഗായ്സ്, എനിക്ക് ബുദ്ധേനെ കിട്ടി. ഇതാണ് എനിക്ക് ക്യാക്കുണ്ട്, അത് ബുദ്ധനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോണേ, ഇറങ്ങിയിട്ടെങ്ങാണ്ട് എഴുന്നേൽക്കുമ്പോൾ ഗൈസ് നമുക്ക് ഈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. ഈറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫുൾ പവർ. നമ്മുടെ സ്റ്റാറ്റ്സൊക്കെ റീഫണ്ട് ചെയ്യാനുള്ള സാധനമൊക്കെ ഞാൻ കോഡ് അടിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് ഞാൻ വാട്ടർ കുംഫു. ഈ വാട്ടർ കുംഫു മേടിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് ബുദ്ധനെ കിട്ടിയായിരുന്നു. ട്രാൻസ്ഫോം വേർക്കാർഡ് അടിക്കണ്ടേ. വാടാ ബ്രോ. ഇപ്പോൾ ഗൈസ് നമ്മുടെ ബുദ്ധനെ നമ്മളങ്ങനെ തിന്നിട്ടുണ്ട്. കുറച്ച് ലെവലപ്പ് അങ്ങ് കൂട്ടിയാലോ. കുറച്ച് ലെവലപ്പ് ആക്കാം ബുദ്ധനെ. ഞാനും ഉപയോഗിക്കില്ല, അങ്ങനെ ആയിട്ടഴിക്കില്ല. ട്രാൻസ്ഫോം ആണോ ഗൈസ്? നമ്മൾ ആദ്യം ട്രാൻസ്ഫോം ആണല്ലേ. കുറേ ഹെൽത്ത് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഓറക്കിന് കുറേ ആവും. ഗൈസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതല്ല, അതൊന്ന് ബസ്സൊക്കെ കിട്ടിയായിരുന്നു. ഇത് കിട്ടാൻ എന്തോരം പ്രാവശ്യമാണ് ഞാൻ കൊന്നത്. ഇനി നമുക്ക് പോലെ ഇപ്പോൾ 1000 ഉണ്ട് എൻ്റെ കയ്യിൽ സ്റ്റാറ്റ്സ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഗൈസ് ഇപ്പം ഇത്രയും ഡാമേജ് കുറച്ച് ഉള്ളത്. ഒരു ലെവലെങ്കിലും കൂട്ടാനാണ് കേട്ടോ ഗൈസ്. 1000 ഉണ്ട്. നോട്ട് ബാഡ് അറ്റ് ഓൾ, അങ്ങനെ പറയാം. മറ്റേവൻ പറന്നടിച്ച് പോയോ? അവൻ പോയിട്ടോ ജീവനും കൊണ്ട്. ഇവനെ കൊല്ലാം. അയ്യോ, ഏറ്റില്ല കേട്ടോ. നമുക്കെന്നല്ലേ ട്രാൻസ്ഫോമായിട്ട് ഇതെടുത്തിട്ട് അടിയാം. ഇപ്പം നമ്മൾ ഇമോർട്ടലല്ല, അതാണ് കുഴപ്പമിട്ടോ ഗൈസ്. അയ്യോ, ട്രാൻസ്ഫർ ആവാം. നല്ല ഡാമേജ് ഉണ്ട്. ബുദ്ധയ്ക്ക് ഏറ്റവും നല്ലത് ഇത് വാട്ടർ കുംഫു ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നെ വെച്ചേക്ക മര്യാദ നോക്കൂ. ബ്രോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല ബ്രോ. ഏടാ ട്രാൻസ്ഫോമർ ബുദ്ധി ഉപയോഗിക്കാൻ നല്ല പാടുണ്ട് ഗൈസ്, നല്ല പാടുണ്ട്. ട്രാൻസ്ഫോമർ എടുക്കുക. എൻ്റെ ഉള്ളിൽ പറന്നിട്ടാ 28. സ്റ്റാറ്റ്സ് റീഫണ്ട് ചെയ്യാൻ പോവാണ് ഞാൻ. റീഫണ്ട് ചെയ്തിട്ടുണ്ട് 1689. 1001 അതിൽ ഇപ്പോൾ 600 ഉണ്ട്. 600 അല്ല വേണ്ട, ഇനി ഒരു 300 അങ്ങെടുത്ത് ഇതിലോട്ടിടാം. ബാലൻസ് ഫുള്ളും. ഇപ്പം എന്തോരം ഹെൽത്ത് 700. എനർജി ഓക്കെ. 80 ഉണ്ട്. 80-ലൊരു 30 എടുത്ത് ഹെൽത്തിലോട്ടിടാം. ഇവിടുത്തെ 30 ഉണ്ട്. ഇനി
ഒരു 15 എടുത്ത് ഇതിനകത്തോട്ടിടാം. ഇതിനകത്തോട്ടിടാം. ഇപ്പം നമ്മുടെ എല്ലാം അത്യാവശ്യം പക്ക സാധനം കേട്ടോ ഗൈസ്. ഇനി വാട്ടർ കുംഫു ഒന്ന് ലെവലപ്പ് ആക്കിയാൽ മതി. വേറൊരു ഗ്ലിച്ച് ഉണ്ടേ. ആ ഗ്ലിച്ച് ഒന്ന് ഞാൻ ട്രൈ ചെയ്യട്ടെ. അത് ആരോ പറഞ്ഞ കേട്ടോ. ഏതെങ്കിലും ഒരു ഫ്രൂട്ടാണെങ്കിൽ എക്യുപ്പ് ചെയ്യണം. എന്നിട്ട് അതും പിടിച്ച് പറക്കുകയാണെങ്കിൽ കുറേ പറക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കുറേ ദൂരത്തോട്ട് പറ്റില്ലേ? അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പറയാ. എൻ്റെ കളിയാ കൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ്സിൽ എത്തും. എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ കൂടെ ഒരു ബുദ്ധ പ്ലെയറിനെ ഞാൻ കണ്ടോളൂ. അവൻ എന്നെ കൊന്നു കുറേ പ്രാവശ്യം. ഇതെനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ റോൾ ചെയ്തപ്പോൾ ജംഗിളിലെ ഗാച്ചയുടെ അടുത്ത് റോൾ ചെയ്തപ്പോഴാണ് ഗൈസ്. ബുദ്ധ കാണാൻ ബുദ്ധല്ലേ ഗൈസ് ഈ ഗെയിമിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രൈൻഡിങ് ഫ്രൂട്ട് അല്ലേ? ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇവന്മാരെയാണ് കൊല്ലണം കേട്ടോ. തണ്ടർഗോണിനെ കൊല്ലാൻ കുറച്ചും കൂടെ വേണം. അപ്പോൾ ബുദ്ധ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. നമ്മൾ കാണാൻ പാടാണോ ഗൈസ്? കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റും. എടാ ബുദ്ധ സീന് എടാ ബുദ്ധ എത്രയും പറഞ്ഞായിരുന്നോ? ഇങ്ങനെയായിരുന്നു ഞാൻ ഈ വാട്ടർ കുംഫുവിന് മുമ്പേ മേടിച്ചേനല്ലോ. വാട്ടർ കുംഫു ആണോ ബുദ്ധക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ആണോ? ഏതാണ് നല്ലതെന്ന്? അല്ല ഗോൾഡ് സ്വിമ്മനൊക്കെ അതൊക്കെ പിന്നെ എടുക്കാം. ഒക്കെ നല്ല പാടാണ്. 300 ആക്കണമല്ല, നമ്മൾ ഇതാക്കും. എന്നാലും അതൊക്കെ സെക്കൻഡ്സിയിലെ കാര്യമല്ലേ. എനിക്ക് റേസൊക്കെ മാറ്റണം, ഒന്ന് ട്രേഡ് ചെയ്ത് കുറച്ച് സെറ്റൊക്കെ ആവണം. പക്ഷെ ഞാൻ എന്നാലും ബുദ്ധയായിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. ഇറ്റ്സുണി കിട്ടുവാണെങ്കിലും. ഇറ്റ്സുണിയാണോ ബുദ്ധയാണോ ഗ്രൈൻഡിങ്ങിന് നല്ലത്? ബുദ്ധയല്ലേ ഗൈസ്? വാട്ടർ പ്രൂഫ് ഇപ്പം തന്നെ ലെവൽ കൂടി. എനിക്ക് ഇത് കാണാൻ കുറച്ച് അവൈക്കൻ ചെയ്യണതാണ് കുഴപ്പം. അവൈക്കൻ ചെയ്യുമ്പോൾ പവർ കൂടും, പക്ഷെ കാണാൻ കുറച്ചും കൂടെ പാടാണ്. ഇപ്പം ഈ മഞ്ഞകോളം വലിയ കുഴപ്പം. ഇവിടെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി, ലെവലപ്പ് ആയി. സ്ക്രീൻ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് സബ് എല്ലാം ചെയ്തേക്കോ. നമ്മുടെ ബുദ്ധയും വാട്ടർ കുംഫും നമ്മുടെ ഈ ഓറ ഫുൾ ഹാക്കിയാക്കും. ബുദ്ധ കിട്ടിയല്ലോ, ബുദ്ധനെ ചെയ്തു ഫുൾ ഹാക്കിയാക്കാൻ പോവാണ്. ലെവല് 566 ആയിട്ടുണ്ട്. ഞാൻ ഇത് കിട്ടിയിട്ടുണ്ട് സ്റ്റാറ്റ്സ്. 15 കൂടെ എടുത്ത് പറ്റി 7000 ഒക്കെ ഗൈസ്. ഏകദേശം 7000 ആയി. എനർജി മാക്സ് ആക്കും നമ്മൾ. നോക്കിക്കോ, ആരോ അഴിച്ചിരുന്നില്ല റോക്കറ്റ്. നമ്മുടെ ഇവിടെ എന്തോ ഇൻസ്റ്റന്റ് ഇല്ലേ, അതെ ഇതിൻ്റെ മേളിൽ. അത് മേടിക്കണം കേട്ടോ. ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ ട്രാൻസ്ഫോം ആവണം. അത് മേടിക്കണം നമുക്ക്. അറിയാണ്ട് ഫ്ലാഷ് സ്റ്റെപ്പ് ഉപയോഗിച്ച കേട്ടോ. എൻ്റെ കളി നല്ല ഡാമേജ് ഉണ്ട് കേട്ടോ ഗൈസ്. ബുദ്ധയ്ക്ക് ആ എനർജി മാക്സ് ആക്കാൻ പോകും. ഒറ്റ മൈൻഡ് ഗൈസ്. ഐറ്റംസ് അല്ല സ്റ്റാറ്റ്സിൽ പോകണമെങ്കിൽ എനർജി ഇപ്പോൾ 1352 ആയിട്ടുണ്ട്. മാക്സ് ആക്കാൻ അത്യാവശ്യം പാടായിരിക്കും. ഫ്രൂട്ടിനൊരു പവറും ഉണ്ടാവില്ല. 100 വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 100 ആക്കാൻ അത്യാവശ്യം ടൈം. ഇവിടെ എന്നാ പെട്ടെന്നാണ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണേ. നല്ല ഫാസ്റ്റ് ആട്ടോ ഗൈസ്. ബുദ്ധയും വെച്ച് ഇനി എനിക്ക് പെട്ടെന്ന് സെക്കൻഡ്സിൽ എത്താം. ഓറ കുറേ ആക്കാം. ഇനി കുറച്ചും കൂടെ ആക്കാല്ലേ. ബുദ്ധയും വെച്ച് അടിക്കണേൻ്റെ പവർ ഒരു വേറെ തന്നെയാണ് ഗൈസ്. നോക്ക് ബാക്ക് ഉണ്ട് ഈ വാട്ടർ കുംഫുവിന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അത് ഇറിറ്റേഷൻ, ചെറിയ രീതിക്ക് ഇറിറ്റേഷൻ ഉണ്ട്. ഗ്രൂപ്പപ്പ് ആക്കി കൊല്ലാൻ കുറച്ച് പാടാന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം ഇട്ടിക്കുക.
അടുത്തൊരു എൻ്റെ ഉള്ളിയ ഗൈസ് നമ്മൾ റോഡ് ടു 100 സബ്ബായിരുന്നു. 90 സബ്ബായി. എടാ ആരും അൺസബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. ഇവിടെ ട്രഷർ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ പോയായിരുന്നു ട്രഷറിലോട്ട്. ആരാ അൺസബ്സ്ക്രൈബ് ചെയ്തു? ഇപ്പോൾ 89ആണ്. കുഴപ്പമില്ല, നമുക്ക് തിരിച്ച് പിടിക്കണം ഗൈസ്. നമ്മൾ ഈ മാസം തീരുന്നതിൻ്റെ മുമ്പ് 100 സബ് അടിക്കണം. അല്ല 100 സബ്. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണ 1-ാം തീയതിയാണ്. എന്നാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ 568 ആയിട്ട് ഞാൻ ഇത് പെട്ടെന്ന് ഗ്രൈൻഡ് ആവുന്നുണ്ട് ഗൈസ്. അടുത്തത് ബ്ലോക്ക് ഫ്രൂട്ട് ആയിരിക്കാനാണ് ചാൻസ്. എനിക്ക് കുറച്ച് കണ്ടൻസൊക്കെ മനസ്സിൽ വരുന്നുണ്ട് ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ബ്ലോക്ക് ഫ്രൂട്ട് ഇടുന്നത്. കുറച്ച് അടുത്തായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ബ്ലോക്ക് ഫ്രൂട്ടിൽ. അതുകൊണ്ടാണ് 575 നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ ഗൈസ്. 3 വെച്ചിടാം കേട്ടോ ഗൈസ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും എന്ത് ചെയ്തന്നെ 3 ഇതിനകത്ത് 3. ഇപ്പോൾ 7000 ഓൾമോസ്റ്റ് എനർജി. ഹെൽത്ത് ഓൾമോസ്റ്റ് 2000. നേരത്തെ എനർജി 2000 ആയിരുന്നു. ഹെൽത്ത് 1000 സംതിങ്. ഹെൽത്ത് അധികം ഞാൻ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധയുടെ ഡാമേജിന് എനർജി കാണല്ലോ വേണ്ടേ. അപ്പോൾ 1000 സംതിങ് കൂടുതലാണ് എനർജി ഹെൽത്തിനേക്കാളും. സ്റ്റാറ്റ്സിൽ 70 ആയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. നല്ല എളുപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ ഐസം വെച്ച് ഇത്ര എളുപ്പമില്ലായിരുന്നു. ബുദ്ധ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലതൊന്നും എനിക്കറിയില്ലായിരുന്നു ഗ്രൈൻഡിന്. നല്ല എളുപ്പമായിട്ട് ഗ്രൈൻഡ് ചെയ്യാലോ. ഇവിടെ ഓരോ ഹിറ്റിനും എന്തോരം ഡാമേജാടാ. 1050 ഡാമേജ് ഗൈസ്. എൻ്റെ ഉള്ളിൽ വേറെ വൈബ് തന്നെ കേട്ടോ ഗൈസ്. 1050 ഡാമേജ്. ചിലപ്പോഴൊക്കെ ഡാമേജ് കിട്ടുന്നുണ്ട്, പക്ഷെ ഡാമേജ് അധികമൊന്നും കിട്ടണില്ല. വാട്ടർ കുംഫുവിൻ്റെ അടുത്ത സ്കില്ല് ഞാൻ അൺലോക്ക് ചെയ്തായിരുന്നു. ഞാനത് പറയാൻ മറന്നുപോയി. ഇന്നലെ ഇതില്ലായിരുന്നല്ലോ. ഞാൻ പറ്റുന്ന അത്രയും ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ. സാധാരണ യൂട്യൂബേഴ്സിൻ്റെ അത്രയും ഗ്രൈൻഡ് ഇല്ലെങ്കിലും അത്യാവശ്യം എനിക്ക് പറ്റുന്ന അത്രയും ഗ്രൈൻഡ് ഞാൻ ചെയ്യുന്നുണ്ട്. നോക്കുക, അടുത്ത എപ്പിസോഡിൽ ഞാനൊരു ഫൗണ്ടൻ സിറ്റിയിൽ വെച്ച് തുടങ്ങാം. ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞായിരിക്കും. ഞാൻ 625 ആവാണ്ട് അടുത്ത വീഡിയോ ഇടില്ല. നോക്കുമോ എന്താ വെച്ചാൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അത് ഞാൻ വേഗം തന്നെ ആക്കും. ബുദ്ധയും കൂടെ കിട്ടിയോണ്ട് നല്ല പെട്ടെന്നായിരിക്കും ഗൈസ്. നമ്മൾ കറക്റ്റ് സമയത്താട്ടോ തിന്നേ. ഒരുത്തൻ വന്ന് നമ്മൾ കൊന്നായിരുന്നു. നമ്മൾ വേഗം തിന്നത് നന്നായി. നമ്മൾ മറ്റേ ഇവനെയും കൂടെ തണ്ടർ ഗോഡിനെ കൊന്നിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. ഞാൻ വേഗം നിങ്ങൾ ലൈക്ക് സബ്ബെല്ലാം ചെയ്യുക. ഞാനിത് ഒരു 75 ആക്കണ ഓഫ്ലൈൻ വേണോ? ഇപ്പം തന്നെ ആവുമല്ലോ. 2-3 ദിവസം മതി. ഇപ്പം തന്നെ എത്ര മിനിറ്റായി വീഡിയോ തുടങ്ങിയിട്ട്? 15 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ തുടങ്ങിയിട്ട്. സീനില്ല, ഞാൻ കുറച്ച് സ്പീഡാക്കി ഇടാം. ഗായ്സ് 7000 ആയി. എനർജി 7000 ആയിട്ടുണ്ട്. വീണ്ടും സ്പീഡ്.
ഗൈസ് ഇത് നമ്മുടെ ലാസ്റ്റ് NPC. ഇവനെ നമുക്ക് ഡെഡ്ലി ഷവർമ ഫിനിഷ് ചെയ്യാം. ഇപ്പം ഗൈസ് നമ്മൾ 576 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തണ്ടർ ഗോഡിനെ കൊല്ലാം. ഇപ്പം ഈ ഏരിയ കഴിയാറായിട്ടുണ്ട്. അല്ല 625 എന്തേ തണ്ടർ ഗോഡ് വരാൻ പറ. എനിക്ക് ആരെയും പേടിയില്ല. ബുദ്ധയുടെ കയ്യിലിരിക്കണേ. വാടാൻ തന്ന തണ്ടർ ഗോഡെ. ഇവനെ പിടിച്ചല്ലോ ഉണ്ടോ? ഓ ഇവൻ്റെ കയ്യിലും ആ സാധനം ഉണ്ടല്ലേ. എൻ്റെ പൊന്നടി തണ്ടർ ഗോഡിന് വല്ല പറഞ്ഞിട്ടാ. എടാ 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 ഓ ഗൈസ് തണ്ടർ ഗോഡിന് വല്ല പറഞ്ഞേ. എൻ്റെ തണ്ടർ ഗോഡ് സീൻ പേടിയുണ്ട് കേട്ടോ ഗൈസ്. ഓ ഇനി അവളും വരെ നടക്കണം. ഇവിടെ ഓറ എത്രയായി ഗൈസ്? ഓറ വലിയതൊന്നും ആയിട്ടില്ല. അധികമൊന്നും ചെയ്തില്ലല്ലോ. സാറ് അയച്ചിട്ട് പോണേ. ഓക്കെ ഗൈസ് ആ ഒരു ബുദ്ധനെ കാണാൻ. ബുദ്ധ ഈ മലയാളികളുടെ അല്ല ഇന്ത്യയുടെ സാധനമായിട്ട് അവരുണ്ടാക്കിയേക്കണേണോ? ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഉണ്ടാക്കിയേക്കണേണോ ബുദ്ധ? എനിക്ക് പേര് കേട്ടിട്ടൊരു ബുദ്ധ ഇന്ത്യയുടെ കൂട്ടുണ്ട്. ബുദ്ധ പേര് തന്നെ ഇന്ത്യയുടെ. പിന്നെ കാണാനും കണ്ടോ? നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യാണ്. ഇവിടെ ഹെൽത്ത് കുറേ വേണം കേട്ടോ. ഹെൽത്ത് കുറേ വേണം. ഞാൻ ഡോഡ്ജ് ചെയ്യുന്നതാണ് കേട്ടോ. പറഞ്ഞു വിളിക്കുന്നൊന്നുമല്ല. എടാ ഗൈസ് ഇവനെ കൊല്ലാൻ കുറച്ച് കഷ്ടപ്പെടും ഗൈസ്. എന്ത് പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം 750 ആവാറായി. എന്തിനാന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. 750 എന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റൻറ്റ്. അതൊന്ന് മേടിച്ചാലോ ഗൈസ്? മേടിച്ചിട്ട് എന്ത് ചെയ്യണോ? വേണ്ട, വേറെ വീഡിയോ മേടിക്കാം ഗൈസ്. അത് നിങ്ങൾ വിഷമിക്കണ്ട. എനിക്ക് അല്ലെങ്കിൽ കണ്ടന്റ് ഒന്നും ഇല്ല. അത് കുറച്ച് കണ്ടന്റേ ഉള്ളൂ. ഇവൻ സീനാട്ടോ. ഇവൻ്റെ അടുത്ത് അധികം കളിക്കാൻ പോണ്ട. ഇവനിങ്ങനെ വിളിച്ചടിച്ചാൽ മതി. ഇമ്പാക്റ്റ് ഇട്ടേ ഒരു ഡാമേജും ഇല്ല. ഇമ്പാക്റ്റ് ഒന്നുമില്ല. അതാ ഡാമേജ് ഒന്നും കിട്ടാതെ. ഇവിടെ ഇവൻ നല്ല പാടാണല്ലോ. നല്ല ഹെൽത്ത് വേണമെന്ന് തോന്നുന്നു ഗൈസ്. ഇവനെ കൊല്ലാൻ തണ്ടർ കൂടാ. തണ്ടറിൻ്റെ കൂടാ ഹാഫ് ഹെൽത്തായി. കൊല്ലു. ഈസിയാണ് ശരിക്കും പറഞ്ഞ. ഇവന് എടാ കുറച്ച് ഇങ്ങോട്ടേ മതിയായിരുന്നു അവനെ കൊല്ലാൻ. ഇവന് അത്യാവശ്യം പവറാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഈ ഒരു എറ്റിയുടെ സാധനം വന്നു. എറ്റി ബുദ്ധനേക്കാളും നല്ലതാണോ ഗൈസ്? അവനാണ് ഈ തണ്ടർ ഗോഡിനൊക്കെ ഈസി ആയിട്ട് കൊന്നിട്ട് പോയി. അവന് 576 ആയിട്ടില്ലായിരുന്നു. അവന് 500 പോലും ആയിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവരെ കണ്ട് കൊല്ലുമായിരുന്നു അവൻ. എനർജി ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ പറന്നടിച്ച് പോവാം. ഹെൽത്ത് നല്ലോണം വേണം എന്നുള്ള കാര്യം മനസ്സിലായി. തണ്ടർ ഗോഡ് നീ തീർന്നടാ. ഓ അതിന് വലിയ ഡാമേജ് വന്നില്ല. തണ്ടർ 2 കുറച്ച് മാറുക. എന്നിട്ട് അവൻ തണ്ടർ ഇടും. ഈ വാടാ. അയ്യോ അതൊന്നും ഇടല്ലേ മോനെ. നമ്മൾ നല്ല കുട്ടികളാ. എടേ എന്താ ഞാൻ പറയണ്ടേ? എന്താണ് ഗൈസ് ഇത്?
എന്താണ്? പറക്ക് 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 വേഗം പോ. അവിടെ ഇവ റീജൻ ആവോടാ. റീജൻ ആയില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു ഇത്രയും. ഇവന് ഓരോ പ്രാവശ്യം റീജൻ ആവുക. ഇവനെ കൊല്ലാൻ വേറെ വഴി വല്ലതും ഉണ്ടോടെ? ഇവനെ കൊന്ന് ജയിക്കാനാണെങ്കിൽ ഞാൻ നിന്നില്ല. ഞാൻ ഡോജ് ചെയ്ത് കൊല്ലാൻ പോവാണ്. ഇങ്ങനെ കൊല്ലാണെ നടക്കുള്ളൂ, ഇല്ലാണ്ട് നടക്കത്തില്ല. മാറ് 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 ഓട് 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 ഓട്. കറങ്ങി ഓടണം കേട്ടോ. ഇവനെ നോക്കിയിട്ട് വേണം പോവാൻ. അയ്യോ അതേറ്റു. നിങ്ങളുടെ ഫേവറേറ്റ് റോബ്ലോക്സിൻ്റെ ഗെയിമും പിന്നെ ഫേവറേറ്റ് ഗെയിം ഏതാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ ഗൈസ്. അയ്യേ ഇവന് ഇത്ര എളുപ്പമായിരുന്നോ? ഞാൻ ഇത്രയും പ്രാവശ്യം ചത്തത് ഇവനെയും കൊണ്ടാണ്. അയ്യേ ഇവന് ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു. ഇനി ചാവല്ലേ, ഇങ്ങനെ എളുപ്പമെന്ന് പറഞ്ഞിട്ട് ചാവരുത്. അങ്ങനെ പറയാൻ എന്നിട്ട് ചാവുകയാണെങ്കിൽ നാണക്കേടാ. എടാ ലാഗാട്ടോ ഗൈസ്, ലാഗ 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 അത് ലാഗ അത് ലാഗ അതെന്നെ പറയരുത്, അതെന്നെ പറയരുത്. ലാഗ അത് ലാഗ്, അത് പക്ക ലാഗ. പറക്ക് പറക്ക് വേഗം പോ. എനിക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെ കൊല്ലണ്ടേന്ന് മനസ്സിലായി. എടാ അവനെ കൊല്ലുമ്പോൾ 20,000 കിട്ടും, പിന്നെ 8,000 HP കിട്ടും. 8,000 HP അല്ല, 8 ലക്ഷം കണ്ടാണ്. പക്ഷെ 8 മില്യൺ XP കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 8 മില്യൺ അല്ലേ ഇത്? 8 ലക്ഷം അല്ലല്ലോ, 8 മില്യൺ അല്ലേ ആണെന്ന് തോന്നുന്നു. 80 ലക്ഷം എന്ന് തോന്നുന്നു. പക്ഷെ അതും വെച്ചൊന്നും ഒരു ഉപകാരമില്ല എനിക്ക്. അത്ര HP കൊണ്ട് ഒരു ഉപകാരമില്ല. അതും വെച്ച് ഒരു ഉപകാരമില്ല. വീണ്ടും ലാഗ് വരില്ല. ഈ 2 എബിലിറ്റി ഉള്ളൂ, അതാണ് മെയിൻ പ്രോബ്ലം. 2 എബിലിറ്റിക്കും വലിയ പവറൊന്നുമില്ല. അവൻ്റെ എബിലിറ്റി ഒക്കെ സീൻ കേട്ടോ. ഇവന് നല്ല പവറുണ്ട് കേട്ടോ ഗൈസ്. അയ്യോ അതൊക്കെ എന്നടാ. എന്തി അബാൻഡൻ ചെയ്യണേ? അബാൻഡൻ ചെയ്യും. മതി മതിയായി. എൻ്റെ ബൗണ്ടി എല്ലാം തീർന്നു. ബൗണ്ടി എത്രയായി? 2.5. എടാ കുറഞ്ഞടാ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ. നമ്മുടെ അടുത്ത വീഡിയോ കാണാം. ലൈക്ക് സബ് എല്ലാം ചെയ്തിട്ട് റോഡ് ടു 100 സബ്ബാണ്. ബൈ ബൈ.